കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്കിന്ന് ഉദ്ധവൻ വൃന്ദാവനത്തിലേക്ക് പോകുന്ന കഥ കേൾക്കാം. കൃഷ്ണൻ്റെ ആത്മസുഹൃത്തായിരുന്നു ഉദ്ധവൻ. ദേവഗുരുവായ ബൃഹസ്പതിയുടെ പ്രിയപ്പെട്ട ശിഷ്യരിൽ ഒരാളായിരുന്ന ഉദ്ധവൻ വളരെ സമർത്ഥനും ബുദ്ധിമാനുമായിരുന്നു. കൂടാതെ വലിയ വിഷ്ണു ഭക്തനും. ഒരു നാൾ കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, അങ്ങ് എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വേണ്ടി അങ്ങ് വൃന്ദാവനം വരെ ഒന്ന് പോകണം. അവിടെ ചെന്ന് എൻ്റെ അച്ഛനമ്മമാരായ നന്ദഗോപനെയും യശോദയെയും കാണണം. ഞങ്ങൾ അവരെ വിട്ടുപിരിഞ്ഞത് കാരണം അവർ വളരെ ദുഃഖിതരായിരിക്കും. അവരെ കണ്ട് ഞങ്ങളുടെ വിശേഷങ്ങൾ പറയുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഊണിലും ഉറക്കത്തിലുമെല്ലാം ഞങ്ങളെയും ഓർത്ത് ദുഃഖിതരായി കഴിയുന്ന ഗോപികമാരെയും സമാധാനിപ്പിക്കുക. അവർക്കെല്ലാം എൻ്റെ സന്തോഷം കൈമാറുക. കൃഷ്ണൻ്റെ നിർദ്ദേശം വളരെ സന്തോഷത്തോടെ ഉദ്ധവൻ സ്വീകരിച്ചു. വൃന്ദാവനം സന്ദർശിക്കാൻ പണ്ടേ ആഗ്രഹിക്കുന്നതാണ്. ഇതാ ഇപ്പോൾ അതിനൊരവസരവും വന്നു ചേർന്നിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഉദ്ധവർ യാത്രയ്ക്കൊരുങ്ങി. അതിവേഗതയുള്ള കുതിരകളെ പൂട്ടിയ രഥം തയ്യാറായി. സൂര്യോദയത്തിന് മുമ്പ് ഉദ്ധവനെയും കൊണ്ട് രഥം മധുര വിട്ടു. യാത്രയിലുടനീളം ഉദ്ധവൻ വൃന്ദാവനത്തിൻ്റെ ഭംഗിയെക്കുറിച്ചും ധന്യതയെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തയിലായിരുന്നു. കൃഷ്ണൻ്റെ ബാലലീലകൾക്ക് അരങ്ങായിത്തീർന്ന വൃന്ദാവനം നേരിൽ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ യാത്രാക്ഷീണം പോലും അറിഞ്ഞില്ല. അസ്തമയത്തിന് മുൻപ് തന്നെ ഉദ്ധവൻ വൃന്ദാവനത്തിലെത്തി. നിറഞ്ഞൊഴുകുന്ന കാളിന്തി നദിയും പൂവണിക്കാടുകൾ നിറഞ്ഞ ഭൂപ്രദേശങ്ങളും വിശാലമായ പച്ചപ്പുൽ മൈതാനങ്ങളും കണ്ട് ഉദ്ധവൻ മതിമറന്ന് ആഹ്ലാദിച്ചു. കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ കൊണ്ട് പവിത്രമായി തീർന്ന പുണ്യഭൂമി. ഉദ്ധവൻ വൃന്ദാവനത്തിലെ തെരുവീഥികളിലൂടെ മെല്ലെ രഥമോടിച്ച് മുന്നോട്ട് പോയി. നന്ദഗോപൻ്റെ വീട് ലക്ഷ്യമാക്കിയാണ് ഉദ്ധവൻ നീങ്ങുന്നത്. അപ്പോൾ സമയം സന്ധ്യയായിരുന്നു. വീതിക്കിരുവശവുമുള്ള വീടുകളിൽ സന്ധ്യാദീപം തെളിഞ്ഞിരുന്നു. എല്ലാ വീടുകളിലും കൃഷ്ണവിഗ്രഹത്തിന് മുന്നിലാണ് ദീപം കൊളുത്തി വെച്ചിരിക്കുന്നത്. പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ നൈവേദ്യവും ഉണ്ടായിരുന്നു. ഗോപികമാരുടെ ഈണത്തിലുള്ള കൃഷ്ണസ്തുതികൾ വീഥിയിലാകെ നിറഞ്ഞു നിന്നിരുന്നു. ഉദ്ധവൻ സന്തോഷം കൊണ്ടും ഭക്തി പാരവശ്യം കൊണ്ടും വീർപ്പുമുട്ടി. അപ്പോഴേക്കും ഉദ്ധവൻ വരുന്നത് കണ്ട് നന്ദഗോപൻ പുറത്തിറങ്ങി അദ്ദേഹത്തെ സ്വീകരിച്ചു. അവർ പരസ്പരം പുണർന്നു. നന്ദഗോപൻ ഉദ്ധവനെ യഥോചിതം സ്വീകരിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ബഹുമാന്യനായ സുഹൃത്തെ, മധുരയിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിൽ കഴിയാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. പക്ഷേ ഇന്നാണ് അത് സഫലമായത്. സുഹൃത്തെ, എൻ്റെ ഓമന കുട്ടന്മാർക്ക് സൗഖ്യം തന്നെയല്ലേ? അവരെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഞങ്ങളുടെ ജീവിതം നീണ്ടുപോകുന്നത്. കംസൻ്റെ മരണം യാദവർക്ക് സന്തോഷത്തിനിടയാക്കിയല്ലേ? വസുദേവനും അമ്മ ദേവകിക്കും സുഖമല്ലേ? ഞങ്ങളുടെ ഓമനക്കുട്ടൻ ഞങ്ങളെ ഓർമ്മിക്കുന്നുവോ ആവോ? വൃന്ദാവനത്തിൽ വിട്ടേച്ചു പോയ അച്ഛനമ്മമാരെ ഞങ്ങളുടെ കൃഷ്ണന് ഓർക്കാതിരിക്കാനാവുമോ? ഹോ, അവൻ എന്തെല്ലാം കുസൃതികൾ കാട്ടി വളർന്നതാണിവിടെ. എന്നിട്ടിപ്പോൾ നന്ദഗോപൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും സംസാരിക്കാനാവുന്നില്ല. മേൽമുണ്ടെടുത്ത് കണ്ണു തുടച്ചു. ഇത് കണ്ടിട്ട് ഉദ്ധവൻ പറഞ്ഞു, അയ്യേ, എന്താണിങ്ങനെ നിയന്ത്രണം വിടുന്നത്? കരയാനും സങ്കടപ്പെടാനുമൊക്കെ എന്തുണ്ടായി? അങ്ങ് ദുഃഖിക്കരുത്. കൃഷ്ണൻ ഒരിക്കലും നിങ്ങളെ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. വൃന്ദാവനത്തിലെ കാര്യങ്ങൾ കൃഷ്ണൻ എപ്പോഴും പറയാറുണ്ട്. കൃഷ്ണന് പെറ്റമ്മയെന്നോ പോറ്റമ്മയെന്നോ ഒരു വ്യത്യാസവുമില്ല. ഉദ്ധവൻ കൃഷ്ണനെക്കുറിച്ച് സംസാരിച്ചു തീർന്നില്ല. അതിനിടെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങൽ കേട്ടു. നന്ദഗോപന് കാര്യം മനസ്സിലായി. കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞപ്പോൾ യശോദയ്ക്ക് നിയന്ത്രിക്കാനായില്ല. വീട്ടിനുള്ളിൽ കതകിൻ്റെ മറവിൽ നിന്ന് ഉദ്ധവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്ന യശോദ വിങ്ങിപ്പൊട്ടുകയാണ്. നന്ദഗോപൻ അവരെ സമാധാനിപ്പിച്ചു. ഇരുവരെയും സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഉദ്ധവൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്തവർ ഈ ലോകത്ത് മറ്റാരുമില്ല. ഇത്രയും കാലം നിങ്ങൾക്ക് കൃഷ്ണനോടൊപ്പം ജീവിക്കാൻ ഭാഗ്യമുണ്ടായല്ലോ. ഈ ഭാഗ്യം മറ്റാർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ലോകരക്ഷയ്ക്ക് വേണ്ടി ജനിച്ചിട്ടുള്ള ബലരാമനും കൃഷ്ണനും എല്ലാ കാലവും നിങ്ങളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റല്ലേ? ഇങ്ങനെ കൃഷ്ണനെക്കുറിച്ച് പലതും പറഞ്ഞ് വളരെ വൈകിയാണ് അവർ ഉറങ്ങാൻ പോയത്. അടുത്ത നാൾ നേരം പുലർന്നു. നന്ദഗോപനും യശോദയും പതിപോലെ ഉണർന്ന് പ്രഭാത കൃത്യങ്ങളിൽ ഏർപ്പെട്ടു. നന്ദഗൃഹത്തിൽ പ്രത്യേകം ഒരുക്കിയിരുന്ന കൃഷ്ണവിഗ്രഹത്തിനു മുന്നിൽ യശോദ നിലവിളക്ക് കൊളുത്തി. പൂമാലകൾ കൊണ്ട് അലങ്കൃതമായ കൃഷ്ണരൂപത്തിനു മുന്നിൽ അവർ വെണ്ണയും മധുരപലഹാരങ്ങളും പഴങ്ങളും നിരത്തി.
അന്തരീക്ഷമാകെ സുഗന്ധധൂപം കൊണ്ട് നിറഞ്ഞു. യശോദയുടെ ഭക്തിപൂർവമായ പൂജാവിധികൾ നോക്കി തൊഴുകൈയോടെ നിൽക്കുകയായിരുന്നു നന്ദഗോപൻ. ആരതി കഴിഞ്ഞ് അവരിരുവരും വിഗ്രഹത്തിനു മുന്നിൽ ചമ്രം പിണഞ്ഞിരുന്നു. എന്നിട്ട് കൃഷ്ണസ്തുതികൾ ഈണത്തിൽ ഉരുവിട്ടു. മധുരമധുരമായ കൃഷ്ണഗീതികൾ, ഭക്തിസാന്ദ്രമായ കൃഷ്ണസ്തുതികൾ. അതുകേട്ടാണ് ഉദ്ധവർ ഉറക്കമുണർന്നത്. ഉണർന്നെണീറ്റപ്പോൾ നയനാനന്ദകരമായ കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അലങ്കൃതമായ കൃഷ്ണവിഗ്രഹത്തിനു മുന്നിൽ കൃഷ്ണസ്തുതികൾ പാടുന്ന നന്ദഗോപനും യശോദയും. ഉദ്ധവൻ തിടുക്കത്തിൽ പ്രഭാതകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. കാളിന്തിയിൽ കുളി കഴിഞ്ഞു. എല്ലാ വീടുകളിലും കൃഷ്ണപൂജ നടക്കുന്നത് ഉദ്ധവർ കണ്ടു. വീടുകളിൽ നിന്ന് കൃഷ്ണഗീതികൾ ഉയർന്നിരുന്നു. വൃന്ദാവനവാസികൾ കൃഷ്ണനെ ഇത്രത്തോളം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉദ്ധവന് ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വൃന്ദാവനവാസികളുടെ കൃഷ്ണഭക്തിയും സ്നേഹവും എത്രമാത്രമാണെന്ന് നേരിട്ടറിയാൻ ഉദ്ധവന് അവസരം ലഭിച്ചു. കുളി കഴിഞ്ഞെത്തിയ ഉദ്ധവൻ നന്ദഗോപനും യശോദയ്ക്കും ഒപ്പമിരുന്ന് കൃഷ്ണഭജനത്തിൽ ഏർപ്പെട്ടു. ഭജന കഴിഞ്ഞ് പ്രസാദം കഴിച്ചിരിക്കുമ്പോൾ പുറത്ത് ചെറിയൊരു ബഹളം. നന്ദഗോപൻ ഉമ്മറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഉദ്ധവൻ എത്തിയ രഥത്തിന് ചുറ്റും ഗോപികമാർ കൂടി നിൽക്കുകയാണ്. അവർ രാവിലെയുള്ള കൃഷ്ണപൂജ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് നന്ദഗോപൻ്റെ വീട്ടുമുറ്റത്ത് അതിമനോഹരമായ ഒരു തേര് കണ്ടത്. തേര് കണ്ടതും അവർക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അക്രൂരനെയാണ്. അന്ന് അക്രൂരൻ എത്തിയതും ഇതുപോലൊരു തേരിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുപോയ ആ അക്രൂരൻ തന്നെയാണോ വീണ്ടും വന്നിരിക്കുന്നത്? എങ്കിൽ അയാളെ വെറുതെ വിട്ടുകൂടാ. അയാളോട് നമ്മുടെ കൃഷ്ണനെ തിരികെ കൊണ്ടുവരാൻ പറയണം, ഗോപികമാരിൽ ചിലർ പറഞ്ഞു. ഇത് കേട്ട് അവിടെ എത്തിയ മറ്റൊരു ഗോപിക പറഞ്ഞു, അല്ല കുട്ടി, അല്ല, ഈ തേരിലെത്തിയത് അയാളല്ല. ഉദ്ധവൻ എന്നു പേരുള്ള കൃഷ്ണൻ്റെ ചങ്ങാതിയാണ് വന്നിരിക്കുന്നത്. കൃഷ്ണനാണത്രേ അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെല്ലാനും നമ്മളെ സമാധാനിപ്പിക്കാനും ഒക്കെ ആയിട്ടാണത്രേ ഉദ്ധവൻ എത്തിയിരിക്കുന്നത്. ഇതു കേട്ട് വേറൊരു ഗോപിക ചോദിച്ചു, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞോ? കൃഷ്ണന് നമ്മുടെ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ ഒന്ന് വരരുതോ? മറ്റേ ഗോപിക മറുപടി പറഞ്ഞു, കൃഷ്ണൻ്റെ അമ്മയാണ് ഉദ്ധവനെക്കുറിച്ച് പറഞ്ഞത്. കൃഷ്ണൻ്റെ ഉറ്റ ചങ്ങാതിയാണത്രേ അയാൾ. കൃഷ്ണന് തീരെ നേരമില്ലത്രേ വരാൻ. അതുകൊണ്ടാണ് ഉദ്ധവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. നന്ദഗോപനൊപ്പം ഉദ്ധവനും ഉമ്മറത്തെത്തി ഗോപികമാരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു. ഗോപികമാരാകട്ടെ തങ്ങളെ ശ്രദ്ധിക്കുന്ന നന്ദഗോപനെയും ഉദ്ധവനെയും കണ്ടതുമില്ല. നന്ദഗോപനും ഉദ്ധവനും പതുക്കെ തേരിനടുത്തേക്ക് നീങ്ങി. അപ്പോഴാണ് ഗോപികമാർ അവരെ ശ്രദ്ധിച്ചത്. ഗോപികമാർ പെട്ടെന്ന് സംഭാഷണം നിർത്തി. ഉദ്ധവനെ കണ്ടപ്പോൾ തന്നെ ഗോപികമാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കൃഷ്ണനോടുള്ള ഭക്തിയും സ്നേഹവും കൊണ്ടാകണം കൃഷ്ണൻ്റെ സുഹൃത്തായ ഉദ്ധവനെ കണ്ടപ്പോൾ ഗോപികമാർക്ക് അത്ര വലിയ ആഹ്ലാദം തോന്നിയത്. ഉദ്ധവനെ അവർ കൂപ്പുകൈകളോടെ സ്വീകരിച്ചു. നന്ദഗോപൻ ഉദ്ധവനെ ഗോപികമാർക്ക് പരിചയപ്പെടുത്തി. അതോടെ കൃഷ്ണനെക്കുറിച്ചുള്ള 100,000 ചോദ്യങ്ങളുമായി ഗോപികമാർ ഉദ്ധവനെ പൊതിഞ്ഞു. ഉദ്ധവൻ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി. കൃഷ്ണനെക്കുറിച്ച് കേൾക്കുകയും പറയുകയും ചെയ്യുക എന്നത് തന്നെ അവർക്ക് ആഹ്ലാദകരമായിരുന്നു. ഗോപികമാരിൽ ചിലർ കൃഷ്ണനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. അവരെ ഉദ്ധവൻ ആശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ട കൃഷ്ണഭക്തകളെ, നിങ്ങൾ എന്തിനാണിങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങളോടൊപ്പം കുറച്ചു കാലമെങ്കിലും കൃഷ്ണൻ ഉണ്ടായിരുന്നതല്ലേ? അതോർത്ത് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? മുൻ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് കൃഷ്ണനോടൊപ്പം കുറച്ചു കാലമെങ്കിലും കഴിയാനായത്. നിങ്ങളുടെ കൃഷ്ണഭക്തിയും സ്നേഹവുമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. കൃഷ്ണനും നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. നിങ്ങളെക്കുറിച്ചെല്ലാം കൃഷ്ണൻ പറയാറുമുണ്ട്. നിങ്ങൾക്ക് കൃഷ്ണനെ മറക്കാനാവുന്നില്ലല്ലോ. അതുപോലെ തന്നെ കൃഷ്ണന് നിങ്ങളെയും. കൃഷ്ണനെ കൂടാതെ നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നുവെന്നും കൃഷ്ണൻ അറിയാം. അതുകൊണ്ടാണ് തിരക്കിനിടയിലും നിങ്ങളെ സമാധാനിപ്പിക്കാനായി എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. ഉദ്ധവൻ്റെ വാക്കുകൾ ഗോപികമാർക്ക് നല്ലൊരാശ്വാസമായി. എങ്കിലും കൃഷ്ണനെക്കുറിച്ചുള്ള മധുരമായ ഓർമ്മകളും ഇപ്പോൾ ആ കൃഷ്ണൻ നഷ്ടപ്പെട്ടതിലുള്ള വ്യാകുല ചിന്തകളും അവരെ അസ്വസ്ഥരാക്കി. ഇത് മനസ്സിലാക്കിയ ഉദ്ധവൻ കൃഷ്ണൻ്റെ ജന്മലക്ഷ്യവും മറ്റും അവരെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. എങ്കിലും സാധാരണക്കാരായ ഗോപികമാർക്ക് അതൊന്നും അത്ര കണ്ട് മനസ്സിലായില്ല. കൃഷ്ണൻ അവർക്ക് ചുറുചുറുക്കും കുസൃതിയുമുള്ള ഒരു കളി കൂട്ടുകാരനായിരുന്നു. അങ്ങനെ കാണുന്നതായിരുന്നു അവരുടെ ആനന്ദവും. ഈ ഇഷ്ടവും ആനന്ദവും തന്നെയാണ് അവർക്ക് കൃഷ്ണനോടുള്ള പ്രേമവും ഭക്തിയും. കൃഷ്ണനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കൃഷ്ണൻ്റെ ഉറ്റച്ചങ്ങാതിയെ കാണാനും കൃഷ്ണൻ്റെ വിശേഷങ്ങൾ അറിയാനുമിടയായതിൽ നന്ദഗോപനും യശോദയും ഗോപാലകന്മാരുമെല്ലാം ആശ്വസിച്ചു. ഉദ്ധവനെ ഗോപികമാർ സ്വന്തം വീടുകളിൽ ക്ഷണിച്ചു കൊണ്ടുപോയി സൽക്കരിച്ചു. ഉദ്ധവനാകട്ടെ ഗോപികമാരുടെ സ്നേഹവും ആദരവും കണ്ട് അത്ഭുതപ്പെട്ടു. വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് യാത്രയായത്.
ഉദ്ധവൻ തിരിച്ചു പോകുമ്പോൾ യശോദയും നന്ദഗോപനും മറ്റു വൃന്ദാവനവാസികളും പല വിശിഷ്ട സാധനങ്ങളും കൃഷ്ണന് സമ്മാനമായി കൊടുത്തയക്കുകയുണ്ടായി. ഉദ്ധവൻ മധുരയിൽ മടങ്ങിയെത്തിയതറിഞ്ഞതോടെ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തി. എല്ലാം മറന്ന് കൃഷ്ണൻ ഉദ്ധവനെ പുണർന്നു. ഉദ്ധവൻ ആനന്ദം കൊണ്ട് മതിമറന്നു. കൃഷ്ണൻ വൃന്ദാവനവാസികളെക്കുറിച്ച്, പ്രത്യേകിച്ചും നന്ദഗോപനെയും യശോദാമ്മയെയും കുറിച്ച് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഒന്നിനും മറുപടി പറയാതെ ഉദ്ധവൻ തേരിൽ നിന്ന് ചില പെട്ടികൾ പുറത്തെടുത്തു. അവയിലൊന്നിൽ നിന്ന് ഒരു വെള്ളിപ്പാത്രം പുറത്തെടുത്ത് കൃഷ്ണൻ്റെ നേർക്കു നീട്ടി. കൃഷ്ണൻ ഉത്സാഹത്തോടെ അത് സ്വീകരിച്ചു. എന്നിട്ട് മെല്ലെ തുറന്നു. വെള്ളിപ്പാത്രത്തിനുള്ളിൽ പ്രത്യേകം വെച്ചിരുന്ന ചെറിയ മൺപാത്രത്തിൽ നിറയെ വെണ്ണ ഉരുളകളായിരുന്നു. അത് കണ്ട മാത്രയിൽ തന്നെ കൃഷ്ണന് വൃന്ദാവനത്തിലെ തൻ്റെ കുസൃതികൾ ഓർമ്മയിലെത്തി. വെണ്ണയുരുളകൾ കണ്ട് കൃഷ്ണൻ്റെ മുഖം വിടർന്നു. ഉദ്ധവനെ നോക്കി പുഞ്ചിരിച്ചു. അത് കണ്ട് ഉദ്ധവൻ പറഞ്ഞു, അമ്മ യശോദാമ്മ വെണ്ണക്കണ്ണന് തരാനായി തന്നയച്ചതാണ്. കഴിച്ചോളൂ, കഴിച്ചോളൂ. ഉദ്ധവൻ്റെ വാക്കുകൾ കൃഷ്ണൻ്റെ കണ്ണു നനയിച്ചു. കൃഷ്ണൻ ഒരു ഉരുള വെണ്ണയെടുത്ത് വായിലിട്ടു. മറ്റൊരുരുള ഉദ്ധവൻ്റെ വായിലും വെച്ചു കൊടുത്തു. ഉദ്ധവൻ വീണ്ടും വീണ്ടും ഓരോരോ സാധനങ്ങൾ കൃഷ്ണൻ്റെ മുന്നിൽ നിരത്തി. നന്ദഗോപൻ കൊടുത്തയച്ചിട്ടുള്ള മഞ്ഞ പട്ടുടയാട, വർണ്ണ അലുക്കുകൾ പിടിപ്പിച്ച ഉടയാടകളെടുത്ത് കൃഷ്ണൻ ഇഷ്ടത്തോടെ ചുംബിച്ചു. സ്വർണ്ണാഭരണങ്ങളുടെ പെട്ടികളും കൂട്ടത്തിലുണ്ടായിരുന്നു. ഗോപികമാർ തങ്ങളുടെ ആഭരണങ്ങൾ കൃഷ്ണന് വേണ്ടി കൊടുത്തയച്ചിരിക്കുകയാണ്. കൊണ്ടുവന്നതിൽ ചില ഓലക്കൂടകളും ഉണ്ടായിരുന്നു. എന്താണ് ഓലക്കൂടകളിൽ എന്നറിയാനുള്ള ആർത്തിയോടെ കൃഷ്ണൻ അവയെ ഓരോന്നായി പൊളിച്ചു നോക്കി. അവയിലെല്ലാം അതിമനോഹരങ്ങളായ പുഷ്പമാലകളായിരുന്നു. വിവിധ വർണ്ണങ്ങളിലും ഗന്ധങ്ങളിലുമുള്ള പൂക്കൾ കൊണ്ട് ഗോപികമാർ തീർത്ത മാലകൾ. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ പൂക്കൾ വാടാതിരിക്കുന്നു. കൃഷ്ണൻ അവയെല്ലാം എടുത്ത് സന്തോഷപൂർവ്വം കഴുത്തിലണിഞ്ഞു. വീണ്ടും ചില സാധനങ്ങൾ തേരിൽ അവശേഷിച്ചിരുന്നു. ചില ഗോപികമാർ കുസൃതി എന്നോണം കൊടുത്തയച്ച കാലിക്കോലും രണ്ടറ്റവും തുറന്ന ഓടക്കുഴലും ഒഴിഞ്ഞ വെണ്ണക്കലവുമൊക്കെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ കൃഷ്ണന് ചിരി അടക്കാനായില്ല. എന്തൊക്കെ തമാശകളായിരുന്നു വൃന്ദാവനത്തിലെ ജീവിതത്തിൽ! ആ ജീവിത സംഭവങ്ങളൊക്കെ ഓരോന്നായി കൃഷ്ണൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഉദ്ധവൻ എല്ലാം കണ്ട് സ്വയം മറന്നു നിന്നു. കൃഷ്ണന് ഒരു കാര്യം ബോധ്യമായി. തൻ്റെ സാന്നിധ്യം ഇല്ലാതിരുന്നിട്ടും വൃന്ദാവനവാസികൾക്ക് തന്നോടുള്ള സ്നേഹവും ഭക്തിയും കുറഞ്ഞിട്ടില്ലെന്നല്ല, 10 മടങ്ങ് വർദ്ധിച്ചിട്ടുമുണ്ട്. അതു കാരണമാണല്ലോ ഉദ്ധവനെ വൃന്ദാവനവാസികൾ ഇത്തരത്തിൽ സ്വീകരിച്ച് സമ്മാനങ്ങൾ നൽകി അയച്ചിരിക്കുന്നത്. കൃഷ്ണൻ വൃന്ദാവനവാസികളെ ഓരോരുത്തരെയായി മനസ്സിൽ കണ്ടു. അപ്പോൾ വൃന്ദാവനവാസികളും കൃഷ്ണനെ സ്വപ്നത്തിൽ കണ്ടു. അതിനിടയ്ക്ക് ഒരു നാൾ കൃഷ്ണൻ ത്രിവക്രയെക്കുറിച്ച് ഓർക്കാനിടയായി. ത്രിവക്രയുടെ വീട്ടിൽ ചെല്ലാമെന്ന് വാഗ്ദാനം നൽകിയതായിരുന്നല്ലോ. പക്ഷേ ഇതുവരെയും അത് നിറവേറ്റാനായില്ല. ഇക്കാര്യം കൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞു. ഉദ്ധവൻ ഉടനെ തന്നെ യാത്രയ്ക്ക് ഏർപ്പാടാക്കി. ത്രിവക്രയുടെ വീട്ടിലേക്ക് യാത്രയായി. വളരെ നാളുകളായി കൃഷ്ണൻ്റെ വരവും പ്രതീക്ഷിച്ച് കഴിയുകയാണ് ത്രിവക്ര. കൃഷ്ണനെ സ്വീകരിക്കാനും സൽക്കരിക്കാനുമായി അവൾ വീട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. കൃഷ്ണനും ഉദ്ധവനും ത്രിവക്രയുടെ വീട്ടിലെത്തി. ത്രിവക്ര കൃഷ്ണനെയും ചങ്ങാതിയെയും ഭക്തിപൂർവ്വം സ്വീകരിച്ചു. അവർക്കിരിക്കാൻ പട്ടുവിരിച്ച ഇരിപ്പിടങ്ങൾ ഒരുക്കിക്കൊടുത്തു. മധുരപലഹാരങ്ങളും പഴങ്ങളും ഒട്ടേറെ ഉണ്ടായിരുന്നു. കൃഷ്ണന് വേണ്ടി പ്രത്യേകമായി വെണ്ണയും കരുതിയിരുന്നു. വിഭവങ്ങൾ ഓരോന്നായി അവരുടെ മുന്നിൽ നിരന്നു. ഇതെല്ലാം കണ്ട് കൃഷ്ണൻ ഉദ്ധവരെ ഒന്ന് നോക്കി. അപ്പോൾ ഉദ്ധവരും കൃഷ്ണനെ ഒളിക്കണ്ണാലെ നോക്കുകയായിരുന്നു. രണ്ടുപേരും പുഞ്ചിരിച്ചു. അപ്പോഴും ത്രിവക്ര ഓരോരോ സാധനങ്ങൾ മുന്നിൽ നിരത്തിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് കൃഷ്ണൻ പറഞ്ഞു, മതി മതി, ഇത്രയുമൊക്കെ ആർക്കാ? അതു കേട്ട് ത്രിവക്ര കൃഷ്ണൻ്റെ നേർക്കു തിരിഞ്ഞു. കൃഷ്ണൻ ചെറിയൊരു കുസൃതിയോടെ ത്രിവക്രയുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. അവൾ നാണം കൊണ്ട് മുഖം കുനിച്ചു. കയ്യിലാകട്ടെ പലയിനം പഴങ്ങൾ നിറച്ച വെള്ളിത്താലം. ത്രിവക്രയുടെ നാണം നിറഞ്ഞ ഭാവം കണ്ട് കൃഷ്ണൻ മെല്ലെ എണീറ്റു. അവളുടെ അടുക്കലേക്ക് നീങ്ങി. അവളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളിത്താലത്തിൽ നിന്ന് ഒരു ആതിരപ്പഴം എടുത്ത് ഒന്ന് കടിച്ചു. എന്നിട്ട് ത്രിവക്രയുടെ കുനിഞ്ഞ മുഖം മെല്ലെ ഒന്ന് പിടിച്ചുയർത്തി. കഴിച്ച പഴത്തിൻ്റെ ബാക്കി അവൾക്ക് നൽകി. അവൾ നാണത്തോടെ അത് വാങ്ങിക്കഴിച്ചു. കൃഷ്ണൻ മെല്ലെ ത്രിവക്രയെയും കൂട്ടി അകത്തേക്ക് പോയി. അവൾ കൃഷ്ണൻ്റെ കാൽക്കൽ വീണു. കൃഷ്ണൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പുണർന്നു. ത്രിവക്ര എല്ലാം മറന്ന് കൃഷ്ണനിൽ ലയിച്ചു. കൃഷ്ണൻ അവളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു കൊടുത്ത ശേഷം ഉദ്ധവനോടൊപ്പം മടങ്ങിപ്പോന്നു.